സർക്കാരിനെതിരെ സീറോ മലബാർ സഭയും രംഗത്ത്. മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത്. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ലെന്നും വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണം. കഴിഞ്ഞ സർക്കാർ ചെയ്ത തെറ്റെന്ന് പറയാൻ കഴിയണം. ആ നയത്തിന്റെ മറവിൽ പുതിയ സർക്കാർ മദ്യമൊഴുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. കൊച്ചി വൈപ്പിനിലെ സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച വിദേശ കപ്പലിനാണ് തീപിടിച്ചത്. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുന്നു. വൈപ്പിൻ കാളമുക്കിലെ സ്വകാര്യ ഷിപ്പ്യാർഡിലാണ് സംഭവം. പുലർച്ചെ കപ്പലിന്റെ മുകൾ ഭാഗത്തു നിന്നും തീ ഉയരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വിവരം അധികൃതരെ അറിയിച്ചു. കപ്പലിന്റെ മുകൾ ഭാഗത്ത് തീ വ്യാപിച്ചതായാണ് റിപ്പോർട്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല. സമീപത്ത് അറ്റകുറ്റപ്പണിക്കെത്തിച്ച നിരവധി ബോട്ടുകളും കപ്പലുകളും ഉള്ളതിനാൽ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. കാഫിർ സ്ക്രീൻഷോട്ട്. ബുദ്ധികേന്ദ്രം ജിതിൻ ഭാസ്കർ അല്ലെന്ന നിഗമനത്തിൽ SIT. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ സ്ക്രീൻഷോട്ടിന്റെ ബുദ്ധികേന്ദ്രം ജിതിൻ ഭാസ്കർ അല്ലെന്ന നിഗമനത്തിൽ SIT. സ്ക്രീൻഷോട്ട് നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും ചിലരുടെ പിന്തുണ ലഭിച്ചെന്ന വിവരത്തെ തുടർന്ന് ഇവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കർ ആണെന്ന് SIT കണ്ടെത്തിയിരുന്നു. ജിതിൻ നൽകിയ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് റിപ്പോർട്ട് നൽകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ജിതിൻ ഭാസ്കറിനെ SIT വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്. പ്രതി ഫോൺ റീസെറ്റ് ചെയ്തുവെന്നും ഇതോടെ തെളിവുകൾ നഷ്ടപ്പെട്ടു അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ജില്ലാ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലായിരുന്നു കണ്ടെത്തൽ. KPCCയിൽ അടിയന്തര അഴിച്ചുപണിക്ക് നീക്കം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായതോടെ സംഘടന നിഷ്ക്രിയമെന്ന് റിപ്പോർട്ട്. KPCC ഓഫീസ് പ്രവർത്തനമടക്കം നിശ്ചലമായതായാണ് വിവരം. മന്ത്രിയായിട്ടും പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സണ്ണി ജോസഫ് പദവിയിൽ തുടരുന്നത് സർക്കാർ പാർട്ടി ഏകോപനങ്ങളിലും പാളിച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. KPCCക്ക് പുതിയ പ്രസിഡന്റിനെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കൊടുക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, VS ശിവകുമാർ, ബെന്നി ബെഹനാൻ എന്നീ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. എന്നാൽ ഗ്രൂപ്പ് സമുദായ സമവാക്യങ്ങൾ തലവേദനയായേക്കും. സംഘടനാ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുന്നതിനാൽ ഒരു വിഭാഗം നേതാക്കൾക്കും അതൃപ്തിയുണ്ടെന്നാണ് വിവരം. നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഒരാൾക്കൊരു പദവിയെന്ന ആവശ്യം ശക്തമായതിനാൽ MPമാരെ ഒഴിവാക്കേണ്ടി വരും. വീണ്ടും ഡെങ്കിപ്പനി മരണം. ചിറ്റൂർ പെരുമാട്ടി പള്ളിച്ചാർത്തുകുളമ്പ് സ്വദേശി ഗീതയാണ് മരിച്ചത്. ഡെങ്കിപ്പനി ബാധിച്ച ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത്. അംഗനവാടി ജീവനക്കാരിയായിരുന്നു ഇവർ. പാലക്കാട് ജില്ലയിൽ ഈ മാസം ഡെങ്കിപ്പനി മൂലമുള്ള 4ാമത്തെ മരണമാണിത്. മെയ്യിൽ 2 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഒരു വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി.